അസ്സലാമു അലൈക്കും. മലപ്പുറം ജില്ലയിൽ അരീക്കോട് ചാലിയാറിൻ്റെ തീരത്താണ് ഞാനുള്ളത്. ഇവിടെ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ചീഫ് ട്രെയിനറും നിരവധി വർഷം ഹജ്ജ് ട്രെയിനറും വളണ്ടിയറും ഒക്കെ ആയിരുന്ന മനാഫ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ കണ്ടിട്ട് അങ്ങനെ ട്രെയിനിങ് ക്ലാസ്സൊക്കെ ഉഷാറായിട്ട് പോകണില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡൊക്കെ ക്ലാസ്. ശരി. ഹാജിമാരൊക്കെ പോകാനുള്ള ഒരുക്കത്തില് ഏപ്രിൽ 30 സ്റ്റാർട്ട് ചെയ്യണം. ഏപ്രിൽ 30 കൊച്ചിയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ണൂരിൽ നിന്ന് അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോൾ ഏകദേശം 5508 വരെ എടുത്തിട്ടുണ്ട്. അതെ. ഇനിയിപ്പോൾ ഒരു സാധ്യത ഉണ്ടോ? ഇപ്പം ഫ്ലൈറ്റ് തുടങ്ങാനായില്ലേ, അപ്പോൾ സാധ്യത വളരെ കുറവാണ്. കാരണം ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടാവും ഇനിയും ചാൻസ് കിട്ടുമോ എന്നുള്ളത്. ഇനി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. മുമ്പൊക്കെ ഫ്ലൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാലും റിലീസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ നടപടികളും നേരത്തെ ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. വളരെ ചുരുങ്ങിയ. അതെ അതെ അതെ, എത്ര ഉണ്ടാവുള്ളൂ. ഏതായാലും നേരത്തെ ഒരു പറഞ്ഞ മാതിരി 6000-ലേക്കൊന്നും എത്താൻ എന്തായാലും സാധ്യതയില്ല. റിപ്പോർട്ടിംഗ് ടൈം നേരത്തെ 24 മണിക്കൂർ, അതുപോലെ അതിന് മുമ്പ് 2 ദിവസം എന്നൊക്കെ കാണിച്ചിരുന്നു. അതെ അതെ, അത് കുറച്ചു എന്ന് പറയുന്നത് ഉണ്ട്. അതായത് ഇതിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് സുവിധ ആപ്പിലൊക്കെ ടൈം പറഞ്ഞിട്ടുള്ളത്. അതേസമയം കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത്, കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതാത് ഫ്ലൈറ്റിൽ പോകുന്ന ആ ഫ്ലൈറ്റിൽ ആദ്യം ലഗേജ് അവർ സ്വീകരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ലഗേജ് സ്വീകരിക്കുന്ന സമയത്തിനനുസരിച്ചാണ് ഇപ്പോൾ എത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് മെയ് 1 രാവിലെ 8 മണിക്ക് നെടുമ്പാശ്ശേരി കൊച്ചി എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഹാജിമാർ 30 ഉച്ചൻ്റെ ശേഷം 3-നും 6-നും ഇടയിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എവിടെയാണോ അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലത്തേക്കാണ് അവരെത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കവറിലുള്ള മുഴുവൻ ഹാജിമാർ ഒന്നിച്ചാണ് ആ കേന്ദ്രത്തിൽ എത്തേണ്ടത്, വെവ്വേറെ ആയിട്ട് എത്തരുത്. നിർദ്ദേശം അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ അവരുടെ കവർ ഹെഡിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഹാജിമാരെയൊക്കെ വിളിച്ച് പറയും. അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം അവർ ആ ക്യാമ്പിലെത്തും. അതെ 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 അതെ, എത്തുക. അതൊക്കെ അവർക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. സുവിധ ആപ്പ് എല്ലാവരോടും ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതെ അതെ, അത് ഒരു കവറിലുള്ള കവർ ഹെഡ് അല്ലാതെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണ്ടേ? അതെ അതെ, അതായത് ഓരോരുത്തരും അവനവൻ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഫോൺ ഉപയോഗിച്ചാണ്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും അത് ഡൗൺലോഡ് ചെയ്യുക. പക്ഷെ അതിന്റെ പിന്നും ഫോൺ നമ്പറും കവർ ഹെഡിന്റെ തന്നെ ഉണ്ടാവുള്ളൂ. അതെ. പിന്നെ അതുപോലെ ഈ വർഷം ഇപ്പോൾ പുതിയതായിട്ട് സ്മാർട്ട് വാച്ചിന്റെ കാര്യം. അതെ അതെ അതെ, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്? ആ ഡീറ്റെയിൽസ് ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് അത് മനസ്സിലായിട്ടില്ല. കാരണം സ്മാർട്ട് വാച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ വർഷം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഗതിയാണ്. അവർക്ക് അവരുടെ താമസ സ്ഥലം, അതുപോലെ തന്നെ പോകേണ്ട സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും, അതുപോലെ തന്നെ ഈ ഹാജി എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനൊക്കെയാണ് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. അതെ 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 അതെ, ആ രീതിയിൽ. അപ്പോൾ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാലൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഈ സ്മാർട്ട് വാച്ച് കിട്ടുന്നത് ഹജ്ജ് ക്യാമ്പിൽ വെച്ച്. അതെ 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 അതെ, അതിന് ശേഷം ഹാജിമാർ അതുമായിട്ടൊന്ന് ഫെമിലിയർ ആവും. അതെ, അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവിടുന്ന് അവർ നൽകും. ലഗേജിന്റെ കാര്യത്തിൽ ലഗേജ് ഇപ്പം നമുക്ക് എത്ര കൊണ്ടുപോകാം, അതുപോലെ ആ ലഗേജിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം എന്നുള്ള കാര്യം. ലഗേജ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. 2 ലഗേജ്, അതായത് ഒന്നിൽ പരമാവധി 20 കിലോ അനുവദിക്കുള്ളൂ. അങ്ങനെയുള്ള 2 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് 40 കിലോ. അല്ലാതെ നമ്മൾക്കൊരു 35ഉം 5ഉം അല്ലെങ്കിൽ 30ഉം 10ഉം ഒന്നും പറ്റില്ല. അത് സ്റ്റാൻഡർഡൈസ്ഡ് ബാഗേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ആ 40 കിലോ നമുക്ക് ലഗേജ് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഒരു 7 കിലോ ഹാൻഡ് ബാഗേജ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ നമുക്ക് സൗദി അറേബ്യ നിരോധിക്കാത്ത ഏത് സാധനവും കൊണ്ടുപോകാം. അതുപോലെ തന്നെ എയർലൈൻസുകാർ നിരോധിക്കാത്ത ഏത് സാധനവും നമ്മൾക്കതിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം
നമ്മൾക്ക് പലപ്പോഴും ആ പിന്നെ ലഗേജും ഹാൻഡ് ബാഗേജും ഒക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കും. എന്നാൽ നിർബന്ധമായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾക്കിപ്പം ചില സംഗതികൾ ഹാൻഡ് ബാഗേജിലേ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പവർ ബാങ്ക്, അതൊക്കെ നമ്മൾ പിന്നെ ഹാൻഡ് ബാഗേജിലേ വെക്കാൻ പാടുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ ഒരു കത്രിക, ചെറിയ കത്തി, അതുപോലെ തന്നെ നെയിൽ കട്ടർ, സേഫ്റ്റി പിന്ന് പോലെയുള്ള നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന സംഗതികൾ ഒരിക്കലും പിന്നെ ഹാൻഡ് ബാഗേജിൽ സൂക്ഷിക്കാൻ പാടില്ല, ലഗേജിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഇവിടെ നിന്ന് ജിദ്ദയിലേക്കാണ് പോകുന്നത്. അവിടെ പിന്നെ നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് നമ്മൾ വിമാനം കയറുന്നത്. അപ്പോൾ നമ്മൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ജോഡി ഇഹ്റാമിൻ്റെ ഡ്രസ്സ് നമ്മൾ ഹാൻഡ് ബാഗേജിൽ സൂക്ഷിക്കണം. കാരണം ലഗേജ് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ജിദ്ദയിൽ നിന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ജോഡി ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഹാൻഡ് ബാഗേജിൽ നിർബന്ധമായിട്ടും പുരുഷന്മാർ സൂക്ഷിക്കണം. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇല്ലാത്തത് കൊണ്ട് അവർ ധരിക്കുന്ന ഒരു ജോഡി ഡ്രസ്സ് അവരുടെ ഹാൻഡ് ബാഗേജിൽ കരുതണം. പിന്നെ പ്രത്യേകിച്ച് മരുന്നുകളോ അങ്ങനെ മരുന്ന് കാര്യങ്ങൾ പിന്നെ ഒരു 60 ദിവസത്തേക്കുള്ള മരുന്ന്, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് ഡോക്ടറെ അടുത്തു നിന്നുള്ള പ്രിസ്ക്രിപ്ഷനും ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ 60 ദിവസത്തേക്കുള്ളത് വാങ്ങുക. എന്നിട്ട് എത്ര ലഗേജ് ഉണ്ടോ അത്രയും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് 2 ലഗേജും ഒരു ഹാൻഡ് ബാഗേജും ഉണ്ടെങ്കിൽ 20 ദിവസത്തേക്കുള്ളതാക്കിയിട്ട് 3 പാക്കറ്റാക്കിയിട്ട് 3 എണ്ണത്തിൽ ഇടുക. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ബാഗ് മാറിപ്പോയി കഴിഞ്ഞാലും ഇവർക്ക് ഈ മരുന്ന് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ കൂടെയൊക്കെ പ്രിസ്ക്രിപ്ഷനും ഉണ്ടാവേണ്ടി വരും. അതെ തീർച്ചയായിട്ടും വേണം. പിന്നെ നമ്മൾ സാധാരണ പനി, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, തലവേദനക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളും ഇതേപോലെ തന്നെ നമ്മൾ അല്പം നമ്മളെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ വേണമെങ്കിൽ കരുതാം. അതിനും വേണം ഈ പ്രിസ്ക്രിപ്ഷൻ. ഇപ്രാവശ്യം ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് സാങ്കേതികത്വം പറയുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് അസിസിയലൊന്നും കിച്ചൺ ഉണ്ടാവില്ല, അതുപോലെ പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹജ്ജ് കമ്മിറ്റി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല. അതായത് നമ്മൾ പിന്നെ നേരത്തെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരു ഫുഡ് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ചോദിച്ചിരുന്നു. പല ആൾക്കാരും വേണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സംവിധാനം ഹജ്ജ് കമ്മിറ്റി ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞിട്ടില്ല, അതിനുള്ള പൈസ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി മുഖേന അത്തരമൊരു സംവിധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം സൗദി ഗവൺമെൻറ് നമ്മളെ മക്കയിൽ, നമ്മളെ താമസ സ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള സംവിധാനങ്ങളും അവിടെ ഇല്ല. ഉണ്ടാവില്ല. കിച്ചൺ ഉണ്ടാവും, കാരണം ബിൽഡിങ്ങൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആവില്ല. കാരണം ഗ്യാസ് ഉണ്ടാവില്ല, പിന്നെ സ്റ്റൗ ഉണ്ടാവില്ല, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മദീനയിൽ നേരത്തെ തന്നെ ഇല്ല, വർഷങ്ങളായിട്ടില്ല. അപ്പോൾ അതിന് ഒരു പകരം സംവിധാനം എന്നുള്ള നിലക്ക് അവിടെ താമസിക്കുന്ന ആ ഏരിയകളിലൊക്കെ തന്നെയും ഹോട്ടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾക്ക് മലയാളികൾക്ക് പറ്റിയ ഭക്ഷണ ഹോട്ടൽ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ മലയാളികൾ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ കാറ്ററിംഗ് സംവിധാനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ മലയാളികൾ കുറേ അധികം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ഭക്ഷണ രീതിയും മറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ കാറ്ററിംഗ് സംവിധാനമൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. കുറച്ച് മലയാളി ഹോട്ടലുകളുണ്ട്. പക്ഷേ ഈ പ്രാവശ്യമുള്ളൊരു പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അസീസിയയിൽ മാത്രമല്ല താമസ സൗകര്യം ഉള്ളത്. മക്കയുടെ ചുറ്റുഭാഗത്തായിട്ട് ഏകദേശം 8ഓളം സ്ഥലങ്ങളിലാണ് താമസം. വെറും അസീസിയ മാത്രമല്ല. അപ്പോൾ ആ ഏരിയയിലൊക്കെ പിന്നെ ഭക്ഷണം അവൈലബിൾ ആണോ, അതായത് ഹോട്ടലുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ഇപ്പം പറയാൻ പറ്റില്ല. അവിടെ എത്തിയതിന് ശേഷം ഇതിനെപ്പറ്റിയുള്ളതുള്ളത്. എന്തായാലും ഒന്ന് ഹാജിമാരൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ടാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പടച്ചോൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും. അതെ, ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റ് ആരാധനാ കർമ്മങ്ങളെ പോലെയല്ല.
നമ്മൾക്ക് കാണാതെ ചൊല്ലിപ്പഠിക്കാനോ മറ്റോ ഒന്നുമില്ലെങ്കിൽ പോലും ശാരീരിക അധ്വാനം നല്ലോണം ഉണ്ടാവും എന്നുള്ളത് ആദ്യമേ നമ്മളൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര പ്രയാസം അനുഭവപ്പെടുകയില്ല. പിന്നെ KMCCന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടും എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും? ഇല്ല, അത് നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ KMCC എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ആൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. KMCCയുടെ പ്രവർത്തകരും ഇതുമായിട്ട് തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒന്നിച്ച ഉള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. KMCCയുടെ പ്രവർത്തനം മുൻ വർഷങ്ങളിൽ നമ്മൾക്ക് നേരിട്ട് അനുഭവിച്ച ആളുകൾ അവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സേവനം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ പിന്നെ ഇതിനൊക്കെ തന്നെയും സൗദി ഗവൺമെൻറ്റിൻ്റെ അനുമതി അവർക്ക് കിട്ടണം. അപ്പോൾ ആ അനുമതി അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അവർ അതൊക്കെ ചെയ്യും. പക്ഷേ കാറ്ററിംഗ് സംവിധാനം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ള പിന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു നേരോ അല്ലെങ്കിൽ ഒരു ദിവസമോ പോരല്ലോ, ഇത്രയും ദിവസങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥിര സംവിധാനം അവർ ചെയ്യൂല. കാരണം അതൊക്കെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. കാരണം പണത്തിൻ്റെ ഇടപാടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ്. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത് അതൊക്കെ അവർ നേരത്തെ തന്നെ ചെയ്യുന്നതാണ്. അവിടെ എത്തുന്ന സമയത്ത് ചായ കൊടുക്കുന്നത്, കഞ്ഞി കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നതാണ്. മിനായിൽ കഞ്ഞി കൊടുക്കുന്നത് അതൊക്കെ ഈ വർഷവും അവർ ചെയ്യും. അവർക്ക് അതിനുള്ള അനുമതി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് അവർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ അപ്പോൾ ഇപ്പം പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനത്തെ ഘട്ടത്തിൽ നമുക്കൊരു ഇലക്ട്രിക് കെറ്റിലെങ്കിലും നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അത് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇവർ ഇവിടെ നിന്നും എടുത്തിടൂല എന്നുണ്ടെങ്കിൽ, ലഗേജിൽ നിന്ന് അത് ഒഴിവാക്കൂല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് അവിടെ കൊണ്ടുപോകാം. പക്ഷേ അവിടെ റൂമുകളിലൊന്നും ഒരിക്കൽ പോലും പിന്നെ കെറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പറ്റുമെന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തായാലും ഭക്ഷണ സാധനം കൊണ്ടുപോകുന്നതിൽ ഇവർ അവലോസ് പൊടി പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഇതിപ്പോൾ പാകം ചെയ്യണമെന്നില്ലല്ലോ. കുറച്ച് പഴം ഉണ്ടെങ്കിൽ അവിടെ നല്ല പാലൊക്കെ കിട്ടും. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കത് പിന്നെ കഴിക്കാൻ പറ്റുമല്ലോ. മാറ്റേണ്ടി വരും. അതാണ് സാധാരണഗതിയിൽ മിനയിലും അറഫയിലും ഒക്കെ മുസഫിൻ്റെ വകയായിട്ട് ഭക്ഷണം കൊടുക്കും. അത് നമ്മൾക്ക് അതിപ്പം പിന്നെ ഭക്ഷണമൊക്കെ അവിടെ കിട്ടും. പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്ടപ്പെട്ട ആയിക്കൊള്ളണമെന്നില്ല. അതൊക്കെ സൗദി ഫുഡാണ് അവിടെ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇപ്പോഴൊക്കെ കുറേയധികം മെച്ചപ്പെടും. പിന്നെ ഇതിലൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില സംഗതികൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട്. അത് മാത്രമേ ഇവർ കൊടുക്കേണ്ടുള്ളൂ. പക്ഷേ ചില മുത്തവഫുമാർ, നല്ല മനസ്സുള്ള മുത്തവഫുമാരുണ്ടാവും. ഇവർ ഹാജിമാരെ സേവിക്കുക എന്നുള്ളൊരു പുണ്യകർമ്മമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ ചായ, സ്നാക്സ് ഇതൊക്കെ ഇഷ്ടം പോലെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ഔദാര്യമാണ്, ഹദിയായിട്ട് കൊടുക്കുന്നതാണ്. അത് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പരാതിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ചില മുത്തവഫുമാർ നല്ലതായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ അവിടെ ഉള്ളൊരു ഭാഗ്യമാണ് നമ്മൾക്ക്. പിന്നെ ഇതൊന്നും ഇതാക്കാതെ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും. അതിനാണ് നമ്മൾ അവലോസ് പൊടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ കരുതുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. സാധാരണഗതിയിൽ അറഫ, മിന, മുസ്ദലിഫയിലൊക്കെ പോകാൻ മെട്രോ സൗകര്യം കിട്ടാറുണ്ട്. അതെ, അത് എല്ലാവർക്കും കിട്ടുമോ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഹാജിമാരെന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടത്? ഇല്ല, അത് മിനായിൽ നിന്നാണ് ഉള്ളത്. മക്കയിൽ നിന്നല്ല, താമസ സ്ഥലത്തു നിന്ന് പിന്നെ ബസ്സിലാണ് മിനായിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവരെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മിനായിൽ നിന്ന് അറഫയിലേക്കും, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് പിന്നെ തിരിച്ച് മിന, ഇതാണ് രണ്ട് രീതിയിലുള്ളത്. ഒന്ന് മെട്രോ ട്രെയിന്, മറ്റൊന്ന് ബസ്. ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നോക്കാൻ സൗദി ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ളൊരു ഏജൻ്റ് ഉണ്ട്. അതാണ് മുത്തവഫ് എന്ന് പറയുന്നത്. ഈ മുത്തവഫിന് അവിടെ ബസ്സിൽ കൊണ്ടുപോകാനാണ് അനുമതിയുള്ളതെങ്കിൽ അയാളുടെ കീഴിലുള്ള മുഴുവൻ ഹാജിമാരും പോകുന്നത് ബസ്സിലായിരിക്കും. അതല്ല, അവർക്ക് മെട്രോ ട്രെയിൻ ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്, അനുമതി ഉണ്ട് എങ്കിൽ ആ രീതിയിലായിരിക്കും കൊണ്ടുപോവുക. അത് നമ്മൾക്ക് ഇപ്പം പറയാൻ പറ്റില്ല. അവർക്ക് എങ്ങനെയാണ് അനുമതി കിട്ടുന്നത് അതിനനുസരിച്ച് അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ. നിർദ്ദേശം കൊടുക്കും. ഹാജിമാർക്ക് ഇപ്പോൾ മക്കത്തായാലും മദീനത്തായാലും പിന്നെ
എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അസുഖങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടേണ്ട ആശുപത്രിയായിട്ടുള്ള എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? തീർച്ചയായിട്ടും പിന്നെ അവർ നിർബന്ധമായിട്ടും ആശുപത്രിയിൽ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ. കാരണം നമ്മൾ ഹജ്ജ് വരെ കുറച്ച് സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഹജ്ജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് പിന്നെ ഹജ്ജ് മിഷൻ സൗദിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഏത് ബ്രാഞ്ചിലാണോ ആ ബ്രാഞ്ചിൽ ഒരു ഡിസ്പെൻസറി ഉണ്ടാവും. അതിലൊരു ഡോക്ടർ ഉണ്ടാകും, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാകും, അതുപോലെ തന്നെ മരുന്നുകളും ഉണ്ടാകും. ഇനി നമ്മളെ ഹജ്ജ് മിഷൻ്റെ കീഴിൽ തന്നെ 30 ബെഡുള്ള ഒരു ആശുപത്രിയുണ്ട്, 50 ബെഡുള്ള ആശുപത്രിയുണ്ട് മക്കയിൽ. അതുപോലെ തന്നെ ഇതേ സംവിധാനം തന്നെ മദീനയിലുണ്ട്. ഇതിൻ്റെ ഒക്കെ പുറമെ സൗദി ഗവൺമെൻറ്റിൻ്റെ വലിയ വലിയ ആശുപത്രികൾ, ഹൈടെക് ആശുപത്രികൾ അങ്ങനെ തന്നെ പറയാം, അത് മക്കയിലുണ്ട്, മദീനയിലുണ്ട്, മിനായിലും അറഫയിലും മുസ്തലിഫയിലും ഒക്കെ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾക്ക് ചികിത്സ തേടാവുന്നതാണ്. ഗവൺമെൻറ് സംവിധാനത്തിൽ ചികിത്സ മുഴുവനും സൗജന്യമാണ്. ഹാജിമാർക്ക് ഒരു രൂപ നമ്മൾ കൊടുക്കേണ്ടതില്ല, അത് സൗദിൻ്റേതായാലും ഇന്ത്യയുടേതായാലും. അതേസമയം പ്രൈവറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ചെറിയ അസുഖമായിട്ട് ഡിസ്പെൻസറിയിൽ ചെന്നാൽ അവർ കൂടുതൽ പരിശോധനയൊക്കെ വേണമെങ്കിൽ അവരെന്നെ അവിടുന്ന് റെഫർ ചെയ്യും, നമ്മളെ ഇന്ത്യൻ പിന്നെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. അവിടുന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ മറ്റൊടത്തേക്ക് കൊണ്ടുപോകും. അതൊക്കെ അവർ തന്നെ ചെയ്യും. ഹാജിമാർ മക്കത്ത് താമസിക്കുമ്പോൾ അവർക്ക് ഹറമിലേക്ക് പോകാനുള്ള സൗകര്യം പഴയ രീതിയിൽ തന്നെ ബസ് ഉണ്ടാവും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും ബസ് ഉണ്ടാവും. മിക്കവാറും 2 ബസ് 2 ബസ് അങ്ങനെ തന്നെയാണ് വരിക. അതെ അതെ. ഏകദേശം ഹജ്ജിന്റെ ഹജ്ജ് ഒരു 7 വരെയൊക്കെ 5 വരെയൊക്കെ 5 വരെ ഉണ്ടാവും. 4 വരെ എന്ന് പറയാം. 4 വരെ ഉണ്ടാവും. പിന്നെ ഒരു 4-5 ദിവസം ഉണ്ടാവില്ല. പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടും ഒരു 2-3 ദിവസം വീണ്ടും ഉണ്ടാവില്ല. കാരണം ഹജ്ജിന് വേണ്ടിയിട്ട് പിന്നെ മിനായിലേക്കും ഇവിടെയൊക്കെ കൊണ്ടുപോകാൻ ഈ ബസ് തയ്യാറാക്കി മാറ്റി നിർത്തും. ശരിക്കും ഒരു മുത്തവഫ് പിന്നെ ഹാജിമാർക്ക് ചെയ്തു കൊടുക്കുന്ന മെയിൻ സേവനങ്ങൾ എവിടെ മുതലാണ് തുടങ്ങുന്നത്? അത് നമ്മൾ ജിദ്ദയിൽ ഇറങ്ങുന്നതോടുകൂടി, നമ്മൾ ഏത് എയർപോർട്ടിലാണോ ഇറങ്ങുന്നത് അവിടുന്ന് മുതൽ അവരാണ്. അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ച് ആ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ. അതെ 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 അതെ. അവിടുന്ന് നമ്മൾ ഇപ്പോൾ മക്കയിൽ പിന്നെ ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ താമസ സ്ഥലത്ത് എത്തിക്കുക. അവിടെ നമ്മൾ താമസ സൗകര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ആണെങ്കിൽ പോലും പിന്നെ മുത്തവഫിനൊരു ഉത്തരവാദിത്തമുണ്ട്. പിന്നെ മിനായിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടുന്ന് അറഫയിലേക്ക്, തിരിച്ച് മുസ്തലിഫയിലേക്ക്, വീണ്ടും മിനായിലെയും അറഫയിലെയും ഒക്കെ ടെൻറ്റുകൾ, ഇതൊക്കെ മുത്തവഫിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതുപോലെ ഒരു ഹാജി പിന്നെ മക്കത്ത് എത്തിക്കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലവും പോകണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഗവൺമെന്റ് അനുവദിക്കാത്ത സ്ഥലങ്ങളുണ്ട്. സാധാരണഗതിയിൽ ചെല്ലുന്നവർ മിക്കവാറും പല ടീമിന്റെ കൂടെ തായിഫ് അവിടെ പല സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ഹാജിമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് നമുക്ക് അവിടെ പിന്നെ പെർമിഷൻ ഉള്ളത് ഹറമിൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ്. പരിശുദ്ധ ഹറമിൻ്റെ, അതായത് മക്കയുടെ ആ പരിധിയിലുള്ള സ്ഥലങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് മക്ക വിട്ട് പോകാൻ ഒരിക്കലും നമ്മൾക്ക് അനുമതിയില്ല, സർക്കാരിൻ്റെ അനുമതിയില്ല. ചില ആളുകളൊക്കെ തന്നെയും അങ്ങനെ പോവാറുണ്ട്. അത് അവരുടെ റിസ്കിൽ പോകേണ്ടി വരും. അതായത് എന്തെങ്കിലും കാരണത്താൽ പോലീസിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികൃതരുടെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ, തടഞ്ഞു വെച്ചാൽ അതിന് പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് മീക്കാത്തിലേക്ക് പോകുക. മീക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് പുറത്തുള്ള സ്ഥലമാണ്. അവിടേക്ക് യാത്ര ചെയ്യാൻ നമ്മൾക്ക് അനുമതിയില്ല. അതേപോലെ തന്നെ തായിഫിലേക്ക് പോവുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. ആളുകൾ പോകുന്നുണ്ട്, പിടിക്കപ്പെടാതെ ചിലപ്പോൾ വന്നെന്നും വരാം. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹജ്ജ് കമ്മിറ്റിയോ ഹജ്ജ് മിഷനോ ഒന്നും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം സൗദി ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ വളരെ സ്ട്രിക്റ്റാണ്. അനുമതിയില്ലാത്ത പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രസ്താവന തന്നെ ഉണ്ടായിരുന്നു. അതെ 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 അതെ. പിന്നെ അതുപോലെ ഹാജി കൈവശം വെക്കേണ്ട രേഖകൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ട്? ഇവിടുന്ന് പോകുമ്പം പിന്നെ നമ്മളെ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു റെസിപ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അത് വേണം. അതുപോലെ തന്നെ അവർ പണം അടച്ച റെസീറ്റ്,
പിന്നെ ഹാറ്റ് കാർഡ് വളരെ സുപ്രധാനമായ രേഖയാണ്. ഇതിലൊക്കെ പുറമെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതുവരെ അവരുടെ പാസ്പോർട്ട് അവരാർക്കും കൊടുത്തിട്ടില്ല, അവരുടെ കയ്യിൽ തന്നെയാണ്. ആ പാസ്പോർട്ട് നിർബന്ധമായിട്ടും ഓരോരുത്തരും കൈവശം വെക്കണം. നമ്മൾ ഹജ്ജിന് പിന്നെ ഇവിടുന്ന് പുറപ്പെട്ട് ജിദ്ദയിലെത്തി കഴിഞ്ഞാൽ പൊതുവെ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ പാസ്പോർട്ട് മുത്തവഫിന്റെ ആളുകൾ വാങ്ങും. അതെ, അതിനായിരിക്കും സാധ്യത. അതെ, അതങ്ങനെ തന്നെ ഉണ്ടായി. അപ്പൊ എന്തായാലും പാസ്പോർട്ടിന്റെ കോപ്പി എന്തായാലും നമ്മളെ കയ്യിൽ ഒരു കോപ്പി വെക്കുന്നത് നല്ലതാണ്. ഹജ്ജ് കമ്മിറ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സിം കാർഡ് കിട്ടും എന്ന് പറഞ്ഞത് സ്മാർട്ട് വാച്ചിനുള്ളതാണ്. സ്മാർട്ട് വാച്ചിൽ അതെ 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 അതില് നെറ്റ് സൗകര്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതെ 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 ആ സിം കാർഡ് തരും എന്ന് പറഞ്ഞത് സ്മാർട്ട് വാച്ചിനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാതെ ഫോണിലേക്കുള്ള സിം കാർഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകം ഉണർത്തുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഏകദേശം വെയിറ്റിംഗ് ലിസ്റ്റ് അതായത് 5508 വരെ വിളിച്ചു. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള കുറെ ആളുകളെ ഹജ്ജ് കമ്മിറ്റിന്റെ ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾ പോകാൻ തയ്യാറാണോ ചോദിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ പോകാൻ തയ്യാറാണ്. അങ്ങനെ ഈ വർഷം ലാസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നവരോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും മുഴുവനായിട്ട് അടുത്ത വർഷം അതായത് 2027 ഹജ്ജിന് അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുൻഗണന കിട്ടാൻ സാധ്യത ഉണ്ടോ? അത് നമുക്ക് ഓരോ വർഷം ഇങ്ങനെ ഹജ്ജിന്റെ പോളിസി കേന്ദ്ര ഗവൺമെന്റ് ഇറക്കും. ആ പോളിസിയിൽ എന്താണോ പറയുന്നത് അത് പ്രകാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഈ 2026 ഹജ്ജിനുള്ളൊരു പ്രത്യേകത, സെലക്ഷൻ കിട്ടിയത് കഴിഞ്ഞ വർഷം അതായത് 2025 വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ പ്രിഫറൻസ് കൊടുത്തു. അതാണ് ഈ വർഷത്തെ പ്രത്യേകത. അത് ഈ വർഷത്തെ ഹജ്ജ് പോളിസിയിലുള്ളതാണ്. അതിനനുസരിച്ച് ഹജ്ജ് പോളിസി മാറ്റി. അതേപോലെ പോളിസിയിൽ എങ്ങനെയാണോ വരുന്നത് അതിന് അപ്പോഴേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. അത് വർഷം ഉണ്ടാവുമോ ഇല്ലേ, മാറ്റം വന്നേക്കാം. ഇപ്പം പിന്നെ ഈ വർഷം ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഹജ്ജ് പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതെ 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 അതിൽ ആദ്യം 20 ദിവസം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പം ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ നോക്കുമ്പോൾ 25-26 ദിവസമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നോർമൽ ഹജ്ജ് ജനറൽ ഹജ്ജുകാർ 42, 48, 49, 50 ദിവസമൊക്കെ കാണുന്നുണ്ട്. അതെ 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 അത് എന്താണ് അങ്ങനെ വരുന്നത്? ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പിന്നെ ഇവിടുത്തെ വിമാനം ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ ഇറങ്ങാനും അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള അനുമതി അവിടുത്തെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കേണ്ടത്, സൗദിയിലുള്ള. അപ്പോൾ അവർ അത് ഇറങ്ങാനും അവിടുന്ന് പുറപ്പെടാനുള്ള അനുമതി തരുന്ന ദിവസത്തിനനുസരിച്ചാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ 3 എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് പോകുന്ന ആളുകളും വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് അവിടെ ഉണ്ട്. ഷോർട്ട് ഹജ്ജ് ആണെങ്കിലും നോർമൽ ഹജ്ജ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു 41 മുതൽ 50 വരെ ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു കാരണം കൊണ്ടാണ് ഉള്ളത്. അവിടെയാണ് പിന്നെ അവരാണ് അനുമതി നൽകുന്നത്. അതിപ്പം ഒരിക്കൽ ഫ്ലൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മടക്ക തീയതി കുറച്ച് നേരത്തെ ആക്കാനൊന്നും ഹജ്ജിക്ക് നേരത്തെ ആക്കാൻ നോർമൽ ഇതിൽ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവർ സ്വന്തം ടിക്കറ്റ് എടുത്തുകൊണ്ട് പോരാ, അവരുടെ റിസ്കിൽ. അത് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലും കാരണം നമ്മൾക്ക് അവിടെ പറയാം. പക്ഷെ അവരെന്ത് ചെയ്യണം വെച്ചാൽ അവർ പോരുന്ന സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് അവർ എടുത്തു കൊടുക്കണം. ഇല്ല അത് റീഫണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇല്ല, അത് നഷ്ടപ്പെടും. ഇൻ കേസ് ഇപ്പം എല്ലാ പൈസ അടച്ചു ഹാജിക്ക് എന്തെങ്കിലും നിർബന്ധിത സാഹചര്യം കൊണ്ട് രോഗം കൊണ്ടോ മരണം കൊണ്ടോ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് പൈസ തിരിച്ചു കിട്ടുമോ? അത് നമ്മൾ ഈ വർഷം അതിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നിശ്ചിത കാരണങ്ങൾ അല്ലാതെ ക്യാൻസൽ ചെയ്യുന്ന ആളുകൾക്ക് 100% പിന്നെ ഫോർഫീറ്റ് ചെയ്യുന്ന രീതി വരെ ഈ പ്രാവശ്യമുണ്ട്. അതിനോരോ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേസമയം ഒരു നിർബന്ധിതാവസ്ഥയിൽ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാൾക്ക് പോകാൻ പറ്റില്ല, അതല്ലെങ്കിൽ കൂടെ വരുന്ന ആൾ മരിച്ചു, അതല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗം, ഇതൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് ക്യാൻസലേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതിലൊരളവ് കിട്ടിയെന്ന് വരാം. കൊടുത്തു കഴിഞ്ഞാൽ ഇളവ് കിട്ടിയെന്ന് വരാം.
പിന്നെ പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത് ആ തിരിച്ച് കിട്ടുന്നത് പൈസ കിട്ടുന്നത് ഹജ്ജിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അല്ലാതെ ഇപ്പം ഇന്നാണ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇൻ കേസ് ഒരാൾക്ക് ഇപ്പോൾ ഈ വർഷം പോകാൻ പറ്റിയില്ല, അപ്പോൾ ഭാര്യയും ഭർത്താവും പോകേണ്ട ഒരാൾ അസുഖാവുകയോ അല്ലെങ്കിൽ മരിച്ചു ചെയ്ത് അങ്ങനെ വരികയാണെങ്കിൽ ഈ അവരുടെ ഹജ്ജ് കമ്മിറ്റിൻ്റെ അടുത്തുള്ള പൈസ അടുത്ത വർഷം അപേക്ഷിക്കുകയാണെങ്കിൽ അതിലേക്ക് വരും? ഇല്ല അത് ഇവർക്ക് റീഫണ്ട് കൊടുക്കും. അടുത്ത കൊല്ലം വേറെ നമ്മൾ അടക്കേണ്ടത് കൊടുക്കണം. അതാണ് ഇത് നിലവിലുള്ള രീതി. അതാണ്. പിന്നെ ഇൻ കേസ് അങ്ങനെ ക്യാൻസൽ ആവശ്യമുണ്ടെങ്കിൽ ഹജ്ജ് കമ്മിറ്റിനെ നമ്മൾ അറിയിച്ചിട്ടാണ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത്. അതെ നമ്മൾ പിന്നെ ക്യാൻസലേഷനൊക്കെ അതിൽ തന്നെ അവരെ പിന്നെ ലോഗിൻ ചെയ്താൽ അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾക്ക് അതിൽ റീസണൊക്കെ കാണിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യുക, എത്രയും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക. പിന്നെ നമ്മൾ ഫോർമലായിട്ട് അപ്ലിക്കേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെയും കൊടുക്കുക. ഒരുപാട് സംശയങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റി. ഹാജിമാർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെ കരുതാം. അൽഹംദുലില്ലാ. ഏതായാലും അനുമതി ലഭിച്ച എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് ആരോഗ്യത്തോടു കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലേ? ആമീൻ. പ്രാർത്ഥിക്കാം. നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് അവരും പ്രാർത്ഥിക്കട്ടെ. അതുപോലെ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല പോയാൽ നമുക്കും പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശരി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.